ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം പറയാൻ പോണത് എൻ്റെ കുറച്ച് സാക്ഷ്യങ്ങളാണ്. ഞാൻ 2003 ദൈവത്തെ അറിഞ്ഞു. 2004 സ്നാനപ്പെട്ടു. ഇന്ന് 22 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ട്, എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടിട്ട്. എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ഈ വീഡിയോ ഓരോന്നിടുന്നത് തന്നെ എൻ്റെ മക്കൾ എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് അതൊന്നും അറിയില്ല. ഇന്ന് ദൈവം എന്നെ ബൈബിൾ വായിക്കുവാനൊക്കെ പഠിപ്പിച്ച്, മലയാളം തമിഴൊക്കെ എഴുതുവാനും വായിക്കുവാനും ദൈവം എന്നെ പഠിപ്പിച്ച്. ഇംഗ്ലീഷൊന്നും അത്രയ്ക്ക് അറിയില്ല. എൻ്റെ മക്കളാണ് ഈ വീഡിയോ ചെയ്യുവാനൊക്കെ എന്നെ സഹായിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിൽ വന്ന് ഞങ്ങളിങ്ങനെ സഭകളിൽ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു ആരാന്നോ ദൈവം ആരാന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ദൈവം ആരാണ് എന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ സഭകളിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു സഭയിൽ ഞങ്ങൾ 5 വർഷം നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ മാറി പിന്നെ കുറച്ച് ദൂരം ഞങ്ങൾ വീട് വാങ്ങിയപ്പോൾ അവിടെ താമസിച്ചു. പിന്നെ അവിടെ ഒരു തൊട്ട് സഭയിൽ അങ്ങനെ പോയി. അവിടെ ആ സഭയിൽ ഞങ്ങളൊരു 10 വർഷം നിന്നു. അവിടെ കുറച്ച് ഞങ്ങൾക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ക്രിസ്തീയ ജീവിതം എന്താണ് എന്ന് എനിക്ക് അറിയില്ല. വചനം എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല. അവിടെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കും, പ്രാർത്ഥിക്കും, ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും, കരഞ്ഞ് പ്രാർത്ഥിക്കും, ഇങ്ങനെ വീട്ടിലേക്ക് വരും. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സഭയിൽ ഞങ്ങൾ ഇങ്ങനെ 10 വർഷം നിൽക്കുമ്പോൾ അവിടെ കുറച്ച് ഞങ്ങൾക്ക് വേദനയും മനവേദനകളും ഉണ്ടാകുന്ന രീതിയിൽ ചില സ്ത്രീകളും ചില ആൾക്കാരും അവിടെ നടന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ സഭയിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ആ സഭ വിട്ട് മാറി. ആ സഭയിൽ ഞങ്ങൾ പോയില്ല. കണ്ണുനീരോടെ എൻ്റെ 3 മക്കളും ഞാൻ എൻ്റെ ഭർത്താവ് ആ സഭയിൽ നിന്ന് ഇറങ്ങി. പണമുള്ളവർക്കേ വിലയുള്ളൂ, പണമില്ലാത്തവരിനെ വില വയ്ക്കില്ല. അടിമകളെ പോലെ നടത്തുകയാണ്. എൻ്റെ കുട്ടിയായിരിക്കുന്ന 6 വയസ്സായ ചെക്കനെ അടക്കം അടിച്ചു ആ സഭയത്തെ ആൾക്കാർ. അപ്പോൾ എനിക്കത് വല്ലാണ്ട് ഞങ്ങളുടെ മനസ്സ് വേദനിച്ചു. ഒരു 6 വയസ്സ് കുട്ടി, ആ കുട്ടിക്ക് ഒരു അറിവുമില്ല. ആ കുട്ടീനെ അടിക്കുമ്പോൾ ആ സഭയിൽ ഇരിക്കുന്ന വലിയ മനുഷ്യന്മാർക്ക് എത്ര അറിവുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ടായി. ഇത്രയും പണക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും അറിവ് കുറഞ്ഞ ആൾക്കാരാണോ? നമ്മൾ പണമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അടിമയായി നടത്തുമോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേദനയായി. ഞങ്ങളെ സഭയിൽ പോകാണ്ട് ഞങ്ങൾ ഇരുന്നു. പിന്നെ ഞാൻ എവിടെയും പ്രാർത്ഥനയ്ക്ക് പോയില്ല. അങ്ങനെ 15 വർഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ എവിടെയും പ്രാർത്ഥനയ്ക്ക് പോകാണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാണ്ട് ഒരു വർഷം എവിടെയും പോയില്ല. വീട്ടിൽ തന്നെ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ കർത്താവിൻ്റെ അടുത്ത്, കർത്താവ് എന്നെ പഠിപ്പിക്കുക, എനിക്ക് ബൈബിൾ വായിക്കണം, പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച് അക്ഷരം കൂട്ടി ഇങ്ങനെ ഓരോ ചെറിയ സങ്കീർത്തനങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടിരുന്നു. ആ സമയങ്ങളിൽ പിന്നെ അക്ഷരം കൂട്ടിയാൽ പഠിക്കും. ശരിക്കും എനിക്ക് വായിക്കാൻ അറിയില്ല. അക്ഷരം കൂട്ടിയിട്ടാണ് ഞാൻ പഠിക്കുക ആ സമയങ്ങളിൽ. അപ്പോൾ ഒരു ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ ആ ചേച്ചീനെ പരിചയപ്പെട്ടു. അവർ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. അവരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ സഭയ്ക്ക് വാ, സഭയിൽ വന്നാൽ എനിക്ക് ദൈവം ആരാന്ന് അറിയാൻ പറ്റും. കർത്താവിന് ഒരു പുതിയ പേരുണ്ട്. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ വന്നിട്ട് എവിടെയോ ഇരിക്കുന്നുണ്ട്. കർത്താവ് അവിടെ പ്രാർത്ഥന ആലയത്തേക്ക് വരും. അപ്പോൾ വന്ന് നമ്മളെല്ലാവരും സ്വർഗത്തേക്ക് കൊണ്ടുപോകും പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടോ? അപ്പോൾ കർത്താവിന് പുതിയ പേരുണ്ടോ? യേശു അല്ലാണ്ട് വേറെ പേരുണ്ടോ? അത് ചോദിച്ചാൽ വേറെ പേരുണ്ട്. യേശു അല്ലാണ്ട് വേറെ പേരുമുണ്ട് കർത്താവിന്. ആ പേര് പറഞ്ഞാൽ ധ്യാനം കൂടി ആ പേര് പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ കർത്താവ് അവിടെ പ്രാർത്ഥന ആലയത്തിൽ വന്ന് എല്ലാവരും സ്വർഗത്തേക്ക് കൊണ്ടുപോകും പറഞ്ഞു. എനിക്ക് ബൈബിൾ എന്താണ്, വചനം എന്താണ്, ദൈവം എന്താണെന്ന് ശരിക്കും അറിയില്ല. അങ്ങനെ ഞാൻ ആ സഭയിൽ പോയി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ 1 വർഷത്തോളം ആ സഭയ്ക്ക് പോയി. അങ്ങനെ സഭയ്ക്ക് പോയി അവരിങ്ങനെ ബൈബിളിൽ വചനങ്ങളൊക്കെ പറയണ്ടായിരുന്നു. ആ ബൈബിൾ വന്ന് അവർ കത്തോലിക്ക ബൈബിളിൽ വായിച്ചിട്ടാണ് വചനം പറയുന്നത്. സത്യവേദ പുസ്തകമല്ല.
അപ്പോൾ അങ്ങനെ വചനങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അവർ ധ്യാനം കൂടണം പറഞ്ഞു. ഒരു ധ്യാനം കൂടി, 2 ധ്യാനം കൂടി, 3 ധ്യാനം കൂടി, അങ്ങനെ ധ്യാനങ്ങൾ കൂടിയപ്പോൾ 7 ധ്യാനം കൂടി, 13 ധ്യാനങ്ങൾ കൂടണം. അപ്പോളേ ആ പിതാവിൻ്റെ പേര് പറഞ്ഞു തരുള്ളൂ പറഞ്ഞു. 13 ധ്യാനങ്ങൾ കൂടിയാൽ തന്നെ പിതാവിൻ്റെ പേര് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പറഞ്ഞു തരില്ല പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ഈ സത്യവേദ പുസ്തകം കൈവച്ചിട്ട് കിടക്കും. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അക്ഷരം കൂട്ടിയിട്ടാണ് ഇങ്ങനെ സംഗീതത്തിനൊക്കെ വായിക്കുന്നത്. എന്നാലും സത്യവേദ പുസ്തകം കൈവച്ച് കിടക്കും. അപ്പോൾ എന്നെ കണ്ടിട്ട് ഈ ബുക്കൊന്ന് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നവർ, ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഈ ബുക്ക് എന്താ നിങ്ങൾ കൈവച്ചിരിക്കുന്നത്, ഈ ബുക്കൊന്ന് കൈവയ്ക്കരുത്, ഇതൊക്കെ നിങ്ങൾ നിലത്തിട്ട് ചവിട്ടിക്കളയണം പറഞ്ഞു. അങ്ങനെ എൻ്റെ ചങ്ക് പൊട്ടി. ദൈവമേ, കർത്താവിൻ്റെ വചനത്തിനെ നിലത്തിട്ട് ചവിട്ടിക്കളയണമെന്ന് പറയണു, തൂക്കിക്കൊണ്ട് ദൂരെ കളയണമെന്ന് പറയണവർ, ഇത് വീട്ടിൽ വെക്കേണ്ട, ദൂരെ കളയണമെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ചങ്ക് പൊട്ടി, നെഞ്ഞു വേദനിച്ചു, എന്തോ പോലെ എനിക്ക് വേർത്ത് ഒരുമാതിരിയായി ഇത് കേട്ടപ്പോൾ. അയ്യോ ദൈവമേ, ഇവരെന്താ എങ്ങനെ പറയണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് മനവേദനയായി. ദൈവത്തിൻ്റെ വചനത്തിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ വേദനയായി. പിന്നെ ഞാൻ നിർത്തി, അവിടുത്തെ പോക്ക് അതോടെ നിർത്തി ഞാൻ. പിന്നെ അവിടെ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. ഇതെന്താണ് ഞങ്ങൾ ഈ സഭയിൽ പോയപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി പറഞ്ഞപ്പോൾ അത് വചനം തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സഭയാണ്, ജനങ്ങളെ ഈ അന്ത്യകാലത്ത് വഴിതെറ്റിക്കുന്ന സഭയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേദം പഠിച്ചവരും കുറച്ച് അറിവുള്ള ആൾക്കാരുടെ അടുത്ത്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നു. അതോടെ നിർത്തി. എൻ്റെ ദൈവമക്കളെ, ഈ സത്യവേദത്തെ നിലത്തിട്ട് ചവിട്ടാൻ പറഞ്ഞ ആരെങ്കിലും ചെയ്യോ? ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം. എൻ്റെ നെഞ്ഞ് വേദന വന്നെനിക്ക്, എൻ്റെ ചങ്ക് പൊട്ടി. അങ്ങനെ കരഞ്ഞു, വീട്ടിലിരുന്ന് കുറേ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഈ വചനം വായിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കുന്നുണ്ട്. കർത്താവേ, എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, എന്നെ പഠിപ്പിക്കുക. എനിക്ക് ക്രിസ്തീയ ജീവിതം എന്താണെന്നറിയില്ല. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ട്. അവർ ഹിന്ദുക്കളിനെക്കാട്ടി മോശമായിട്ടല്ല കർത്താവേ ഒരു മനഃശാശിയില്ലാണ്ട് പെരുമാറണം. ദൈവമേ, എനിക്ക് വേദം പഠിക്കണം കർത്താവേ, അങ്ങയുടെ വഴികളെ എനിക്ക് അറിയണം, എന്നെ പഠിപ്പിക്കുക ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് ഞാൻ പണിക്ക് പോകുന്നത് നിർത്തി. പിന്നെ എൻ്റെ അപ്പോൾ കൂലിപ്പണിക്കും പിന്നെ പഞ്ചായത്ത് പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. പണി നിർത്തി. എനിക്ക് പണിയും വേണ്ട, ഒന്നും വേണ്ട, ഉള്ളത് റേഷനരി കഞ്ഞി വെച്ച് കുടിച്ചാൽ ദൈവത്തെ അറിയണം, എന്നിട്ട് മതി എനിക്ക് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങി, മലയാള അക്ഷരങ്ങൾ. അങ്ങനെ മലയാള അക്ഷരങ്ങൾ പഠിച്ച് ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവവചനം വായിച്ചു. ഞാൻ ആദ്യം പിന്നെ കത്തോലിക്ക ബൈബിള്, സമ്പൂർണ്ണ ബൈബിൾ എന്നാണ് വായിച്ചു. സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഞാൻ വായിച്ചു, 2 വട്ടം വായിച്ചു. അതിൽ 66 പുസ്തകത്തിന് മാത്രമേ എവിഡൻസ് അതിൽ കാണുന്നുള്ളൂ. 7 പുസ്തകം എക്സ്ട്രാ ഉണ്ട്, അതിൽ എവിഡൻസ് ഇല്ല. ഏതോ യഹൂദ വേദ പണ്ഡിതൻ എഴുതിയതാണെന്ന് പറഞ്ഞാൽ ഉള്ളൂ, അതിന് എവിഡൻസ് ഇല്ല. 66 പുസ്തകത്തെ മാത്രമേ എവിഡൻസ് ഉള്ളൂ. 7 പുസ്തകം എക്സ്ട്രാ ഉള്ള പുസ്തകത്തിന് എവിഡൻസ് ഇല്ല. ഏതൊരു വേദ പണ്ഡിതൻ എഴുതിയതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാലഘട്ടങ്ങളോ അതിൻ്റെ മാസങ്ങളോ വർഷങ്ങളോ ഒന്നുമേ ഇല്ല. അപ്പോൾ ഇത് ആ 7 പുസ്തകങ്ങൾ എങ്ങനെയുണ്ട്, 66 പുസ്തകത്തിന് മാത്രമേ എവിഡൻസ് ഉള്ളൂ എന്ന് അപ്പോൾ മനസ്സിലാക്കി. ഈ കയ്യിലുള്ള ഈ സത്യവേദ പുസ്തകം ഇതാണ് 66 പുസ്തകം, ഇതിൽ മാത്രമേ എവിഡൻസ് ഉള്ളൂ. പിന്നെ ഞാൻ ഈ പുസ്തകം ഞാൻ പഠിച്ചു, 3 വട്ടം പഠിച്ചു. അങ്ങനെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വീണ്ടും സത്യവേദ പുസ്തകം 3 വട്ടം പഠിച്ചു. സമ്പൂർണ്ണ ബൈബിള് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ 2 വട്ടം പഠിച്ചു. അങ്ങനെ 5 വട്ടം വേദം പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആരാണെന്ന്. എനിക്ക് നല്ലോണം മനസ്സിലായി ദൈവം ആരാണെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു സഭയിൽ കടന്നുപോയി, ഒരു കൂട്ടായ്മയിൽ കടന്നുപോയി. പിന്നെ ആ സഭയിൽ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീട് പോയി. പിന്നെ വീട് നല്ലൊരു വിലയ്ക്ക് വീട് പോയി. പിന്നെ ഒരു വീട് ഞങ്ങൾ വാങ്ങി. ആ വീട് കണ്ണുനീരോടെ ഞാൻ ഏത് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയോ
ആ സഭയുടെ തൊട്ട് ഒരു മതിൽ അപ്പുറത്ത് ആ സഭ, ഇപ്പുറത്ത് എൻ്റെ വീട്. ആ വീട്ടിലിരുന്നാണ് ഈ വീഡിയോ ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഈ വീട് വാങ്ങുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ഈ വീട്ടിൽ വന്ന ശേഷം ഞാൻ തമിഴ് പരിശുദ്ധ വേദാഗമം 2 വട്ടം പഠിക്കുവാൻ സഹായിച്ചു. ഈ പരിശുദ്ധ വേദാഗമം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ സ്വർഗത്തിൽ ദൈവം തമിഴ് ഭാഷ എഴുതുവാനും വായിക്കുവാനും ഈ 2 വട്ടം ഈ 38 വെളിപ്പാട് വരെ ഈ വേദം പഠിക്കുവാനും സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. ഇനിയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ മനസ്സിലായി ക്രിസ്ത്യാനികൾ ആരാണ്, ക്രിസ്ത്യ ജീവിതം എന്താണ്, ദൈവം ആരാണ്, പിശാച് ആരാണ്, ദൈവത്തിൻ്റെ വഴികൾ എന്താണ്, പിശാചിൻ്റെ വഴികൾ എന്താണ്, മനുഷ്യന്മാരുടെ തന്ത്രങ്ങൾ എന്താണ്, സൂത്രങ്ങൾ എന്താണ്, കപടഭക്തിക്കാരെന്താണ്, നീതിമാൻ്റെ സ്വഭാവങ്ങൾ എന്താണ്, എല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവമക്കളെ, ഈ വേദം പഠിക്കാണ്ടിരുന്നാൽ നമ്മൾക്ക് മനസ്സിലാവില്ല. ഈ വേദം പഠിക്കാണ്ടിരുന്നാൽ നമ്മൾ ഈ ലോകത്ത് കവഴിക്കപ്പെടും. ജനങ്ങൾ വഞ്ചിച്ച് കളയും, വഴിതെറ്റിച്ച് കളയും. നമ്മൾക്ക് നമ്മൾ പഠിക്കണം. കാരണം ഞാൻ 15 വർഷം ഈ വേദം പഠിക്കാണ്ടിരുന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ വേദം പഠിച്ചത്. എൻ്റെ ദൈവം എന്നെ എന്ന് ഈ വേദം പഠിച്ചോ അന്ന് എന്നെ സമൃദ്ധിയായ കർത്താവ് അനുഗ്രഹിച്ചു. എനിക്ക് ബുദ്ധി, അറിവ്, ജ്ഞാനം എല്ലാം തന്ന് ഇന്ന് അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോണവരെ ദൈവം കൈവിടില്ല. ദൈവം കരം പിടിച്ച് ഉയർത്തും. വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എനിക്കിങ്ങനെ ദൈവമക്കളുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നിങ്ങളെ എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കും. ദൈവ ജ്ഞാനം തരും. ഈ ലോകത്തിൽ അറിവ് മാത്രമേ ഉള്ളൂ, ജ്ഞാനമില്ല. ജ്ഞാനം വേണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരണം. ദൈവത്തെ അറിയണത് തന്നെ ജ്ഞാനമാണ്. ദൈവത്തിനെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മൾ കർത്താവിനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.